വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ 16 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ സഹപാഠികളായ 2 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച വാർത്ത കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതിയും വളർത്തലിലെ പാളിച്ചകളും ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. കേവലം വാക്കേറ്റത്തിന്റെ പേരിൽ തുടങ്ങിയ ഒരു തർക്കം ക്രിമിനൽ സ്വഭാവമുള്ള ആക്രമണമായി മാറിയത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച കൽപ്പറ്റ മെസ് ഹൗസ് റോഡിന് സമീപമുള്ള വിജനമായ സ്ഥലത്ത് വെച്ചാണ് ഈ അക്രമം അരങ്ങേറിയത്. അക്രമി സംഘം ആരോപിക്കുന്നത് ഇരയായ കുട്ടി തങ്ങളെ മോശം വാക്കുകൾ വിളിച്ചു എന്നാണ്. 17 വയസ്സുള്ള 2 വിദ്യാർത്ഥികളാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. ഒരു 16-കാരനെ ശാരീരികമായി കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയ മർദ്ദനം മൃഗീയമായിരുന്നു. അടിവയറ്റിലും നെഞ്ചിലും തലയിലും ചവിട്ടുകയും അടിക്കുകയും ചെയ്ത സംഘം ഇരയുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ അടിച്ചത് മതി എന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അക്രമികളുടെ ഉള്ളിലെ ലഹരിക്ക് അതൊന്നും തടസ്സമായില്ല. മർദ്ദനത്തിന് ശേഷം ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കാല് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചു എന്നത് കുറ്റവാളികളുടെ സാഡിസ്റ്റ് മനോഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ സംഭവത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വശം മർദ്ദനം മൊബൈലിൽ പകർത്തി എന്നതാണ്. ഇന്ന് കൗമാരക്കാർക്കിടയിൽ ഒരു ക്രിമിനൽ പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. തങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ റെക്കോർഡ് ചെയ്യുക, അത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, അതിലൂടെ ഒരുതരം ഹീറോയിസം ലഭിക്കുമെന്ന് വിശ്വസിക്കുക. കൽപ്പറ്റയിലെ അക്രമികളും ഇതേ പാതയാണ് പിന്തുടർന്നത്. മർദ്ദനം റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ തിരിച്ചറിയാതെ പോയത് ആ വീഡിയോ തന്നെ അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി മാറുമെന്നാണ്. സൈബർ ഇടങ്ങളിൽ ഇത്തരം ഹിംസാത്മകമായ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് മറ്റു കുട്ടികളിലും സമാനമായ പ്രവണതകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. അക്രമം ഒരു വിനോദമായി മാറുന്ന അപകടകരമായ അവസ്ഥയാണിത്. ക്രൂരമായി മർദ്ദനമേറ്റ വിദ്യാർത്ഥി ദിവസങ്ങളോളം ഈ വിവരം വീട്ടിൽ പറയാതെ മറച്ചുവെച്ചു. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. വീട്ടിൽ പറഞ്ഞാൽ ഇനിയും ഉപദ്രവിക്കുമെന്ന അക്രമികളുടെ ഭീഷണി കുട്ടിയെ തളർത്തിക്കളഞ്ഞു. കൂട്ടുകാർക്കിടയിൽ താൻ അപമാനിതനായി എന്ന തോന്നലും കാലു പിടിക്കുന്ന വീഡിയോ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന നാണക്കേടും ആ കുട്ടിയെ നിശബ്ദനാക്കി. പോലീസ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട് കുട്ടിയെയും മാതാപിതാക്കളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. സ്വന്തം മകൻ ഇത്തരം ഒരു ക്രൂരതയ്ക്ക് ഇരയായത് പോലീസ് പറഞ്ഞ് കേൾക്കേണ്ടി വന്ന മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാവുന്നതേയുള്ളൂ. കുട്ടികൾക്ക് വീടുകളിൽ ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ലെന്നത് നാം ഗൗരവകരമായി കാണണം. പ്രായപൂർത്തിയാകാത്ത പ്രതികളായതിനാൽ നിയമം അവർക്ക് ചില ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും പോലീസ് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രതികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കി. ശിക്ഷ എന്നതിലുപരി അവരെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാം എന്നതിനാണ് നിയമം മുൻഗണന നൽകുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇരയായ കുട്ടിയേക്കാൾ കൂടുതൽ കൗൺസിലിംഗ് ആവശ്യമായിരിക്കുന്നത് അക്രമം നടത്തിയ കുട്ടികൾക്കാണ്. എന്തിനാണ് അവർ ഇത്രയും ഹിംസാത്മകമാകുന്നത്? അവർ വളരുന്ന സാഹചര്യം എന്താണ്? മൊബൈൽ ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും ഉപയോഗം അവരെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. കൽപ്പറ്റയിലെ സംഭവം ഒരു താക്കീതാണ്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. കുട്ടികൾ ആരുടെയൊക്കെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നതെന്ന് രക്ഷിതാക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. കുട്ടികളുടെ ഫോണുകളിൽ എങ്ങനെയുള്ള വീഡിയോകളാണ് അവർ കാണുന്നതെന്നും എന്തുതരം ഗ്രൂപ്പുകളിലാണ് അവർ അംഗങ്ങളെന്നും ശ്രദ്ധിക്കണം. ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും വീട്ടിൽ പറയാമെന്നുമുള്ള ബോധ്യം കുട്ടികളിൽ ഉറപ്പിക്കണം. നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലും ടൗണുകളിലും ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർ പ്രതികരിക്കേണ്ടതും അത്യാവശ്യമാണ്. കുട്ടികൾ തമ്മിലുള്ള തല്ലല്ലേ എന്ന് കരുതി മാറി നിൽക്കുന്നത് അക്രമികൾക്ക് കൂടുതൽ ധൈര്യം നൽകും. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. കൽപ്പറ്റയിൽ നടന്നത് ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അക്രമം ഒരു ട്രെൻഡായി മാറുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ശരിയായ മൂല്യബോധം നൽകാൻ നമുക്ക് കഴിയണം. പോലീസും CWCയും കൃത്യമായി ഇടപെടുന്നത് ആശ്വാസകരമാണെങ്കിലും ഇത്തരം അക്രമങ്ങൾ ഇല്ലാതാക്കാൻ കുടുംബവും വിദ്യാലയവും ഒരുപോലെ കൈകോർക്കേണ്ടതുണ്ട്. വയനാട്ടിലെ ഈ ബാലൻ അനുഭവിച്ച വേദനയും അപമാനവും മറ്റൊരു കുട്ടിക്കും ഉണ്ടാകാതിരിക്കട്ടെ.